കുഞ്ഞിനെ സംരക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾ വേട്ടയാടിയപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന മത്സ്യകന്യകയെ ഒഴിഞ്ഞൊരു ചെറിയ വള്ളത്തിൽ വയ്ക്കാൻ അവൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവളൊരിക്കൽ കുഞ്ഞിനെ ചുംബിച്ചു. തുടർന്ന് തിടുക്കത്തിൽ നീന്തി മത്സ്യത്തൊഴിലാളിയുടെ ശ്രദ്ധ തിരിക്കാൻ പോയി. മത്സ്യകന്യകയമ്മ ആഴക്കടലിലേക്ക് പാതി വഴിയിൽ നീന്തി. പെട്ടെന്ന് അവളുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യം മീൻപിടുത്തക്കാരനെ ആകർഷിച്ചു. വേഗത കുറയ്ക്കാൻ മറന്ന് നേരെ അടുത്തുള്ളൊരു വിളക്കമാടത്തിലിടിച്ചു. മത്സ്യകന്യകയമ്മ തന്റെ കുഞ്ഞിനെ അന്വേഷിക്കാൻ തിരിച്ചെത്തിയപ്പോൾ ആ കൊച്ചുവള്ളം ഇതിനകം ഒരു ദമ്പതികൾ കൊണ്ടുപോയിരുന്നുവെന്ന് അവൾ കണ്ടെത്തി. അതേസമയം ഇരുവരും പെട്ടെന്ന് ബോട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ചുറ്റും അന്വേഷിച്ചപ്പോൾ അവർ മത്സ്യകന്യകയുടെ കുഞ്ഞിനെ കണ്ടെത്തി. സ്വന്തമായി കുട്ടികളുണ്ടാകാത്ത അവർക്ക് അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു സമ്മാനമായിരുന്നു. അവർ കുട്ടിയെ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. അവന് കോടി എന്ന് പേരിട്ടു. അവർ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കണ്ട് മത്സ്യകന്യകയമ്മ കരഞ്ഞു. ഒരു ദിവസം താൻ തന്റെ കുഞ്ഞിനെ തിരികെ നൽകുമെന്ന് നിശബ്ദമായി പ്രതിജ്ഞയെടുത്തു. താമസിയാതെ 13 വർഷങ്ങൾ കടന്നുപോയി. കോടി ഒരു സുന്ദരനായ ആൺകുട്ടിയായി വളർന്നു. പക്ഷേ അവന്റെ ശരീരം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തോന്നി. ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും അയാൾ ഒരു മിനിറ്റ് മുഴുവൻ അത് വിഴുങ്ങി. വരിയിൽ കാത്തുനിന്ന സുഹൃത്തുക്കളെ ഞെട്ടിച്ചു. വെള്ളത്തിനായുള്ള അനിർവചനീയമായ ദാഹം അയാൾക്ക് അനുഭവപ്പെട്ടു. ഓരോ തവണയും അയാൾ അതിൽ കയറുമ്പോൾ അയാൾക്ക് പൂർണ്ണമായും സ്വതന്ത്രനായി തോന്നി. അതിശയിപ്പിക്കുന്ന വേഗതയിൽ നീന്തി. അതിനു പുറമെ ഇടയ്ക്കിടെ അവന്റെ വിരലുകളിൽ നിന്ന് വൈദ്യുതി ജ്വലിച്ചു. എന്നിരുന്നാലും കോടി അത് തന്റെ ഭാവനയാണെന്ന് തള്ളിക്കളഞ്ഞു. എങ്കിലും 13ാം ജന്മദിനത്തിൽ കോടിയുടെ കയ്യിൽ ചെതുമ്പലുകൾ വളരുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജെസ് ശ്രദ്ധിച്ചു. തന്റെ ശരീരം വെള്ളത്തിൽ സ്പർശിക്കുമ്പോഴെല്ലാം ചെതുമ്പലുകൾ പ്രത്യക്ഷപ്പെടുമെന്നും വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അവ അപ്രത്യക്ഷമാകുമെന്നും കോടി മനസ്സിലാക്കി. ഇതൊരു തരം അറ്റാവശ്യമാണെന്ന് ജെസ് വിശ്വസിച്ചു. ഗവേഷണത്തിനായി കോടിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ജെസ്സിന്റെ വീട്ടിൽ മത്സ്യകന്യക പ്രതിമകൾ നിറഞ്ഞിരുന്നു. ജെസ്സിന്റെ അച്ഛൻ ഒരിക്കൽ അമ്മയെ പിന്തുടർന്ന അതേ മത്സ്യത്തൊഴിലാളിയാണെന്ന് കോടിക്ക് അറിയില്ലായിരുന്നു. കോടിയെ കണ്ടപ്പോൾ ആ മനുഷ്യന് പെട്ടെന്ന് ഒരു വിചിത്രമായ പരിചയം തോന്നി. മത്സ്യകന്യക ഇതിഹാസങ്ങളെക്കുറിച്ച് കോടി ചോദിച്ചപ്പോൾ താൻ ഒരിക്കൽ സ്വന്തം കണ്ണുകൊണ്ട് ഒന്ന് കണ്ടിട്ടുണ്ടെന്നും 13 വർഷമായി അവളെ തിരഞ്ഞിട്ടുണ്ടെന്നും ആ മനുഷ്യൻ ഉറച്ചു പ്രഖ്യാപിച്ചു. പിന്നീട് കോടിയുടെ 18ാം ജന്മദിനത്തിൽ വിചിത്രമായി എന്തോ സംഭവിച്ചു. താൻ ഇഷ്ടപ്പെട്ട ഒരാളെ സ്പർശിക്കുമ്പോഴെല്ലാം അവന്റെ ശരീരം വൈദ്യുതിയുടെ ഒരു കുതിച്ചുചാട്ടം പുറപ്പെടുവിച്ചു. ഒരു പെൺകുട്ടിയുടെ മുടി സ്റ്റാറ്റിക്സിൽ നിന്ന് പൊങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷേ കോടിക്കതറിയില്ലായിരുന്നു. അവന്റെ കൈകൾക്കും ഒരു നിഗൂഢമായ പിടി വളർന്നു. ദിവസം ചെല്ലുന്തോറും അത് കൂടുതൽ ശക്തമായി. സ്പൈഡർമാനെ താൻ വളരെയധികം കണ്ടിട്ടുണ്ടെന്ന് പോലും അയാൾക്ക് തോന്നി. താഴെ അവന്റെ മാതാപിതാക്കൾ പെട്ടെന്ന് അവൻ സഹായത്തിനായി വിളിക്കുന്നത് കേട്ടു. അവർ അവന്റെ മുറിയിലേക്ക് ഓടിയെത്തിയപ്പോൾ മേൽക്കൂരയിൽ നിന്ന് തലകീഴായി തൂങ്ങിക്കിടക്കുന്ന കോടിയെ അവർ കണ്ടു. അവന്റെ അമ്മ ഉടനെ തന്നെ അവനെ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അത് പ്രായപൂർത്തിയാകുന്നതിന്റെ ഒരു സാധാരണ ഘട്ടമാണെന്ന് ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞു. കോടിയുടെ ചെതുമ്പലുകൾ പതിവായി മാറിയപ്പോൾ ജെസ്സിന് സംശയം തോന്നി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ ചിത്രീകരണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോടിയുടെ ചെതുമ്പലുകൾ മത്സ്യചെതുമ്പലുകൾ പോലെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മത്സ്യങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കാൻ അദ്ദേഹം കോടിയെ ആവശ്യപ്പെട്ടു. അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ലളിതമായ കൽപ്പന പ്രകാരം ടാങ്കിൽ നിന്ന് മത്സ്യം ചാർന്നു. ജെസ് കോടിയുടെ കയ്യിൽ ഒരു ലൈറ്റ് ബൾബ് വെച്ചപ്പോൾ അതൊരു അന്ധമായ തിളക്കത്തോടെ പ്രകാശിച്ചു. എന്നിട്ടും കോടിയൊരു മേർമാനാണെന്ന് വിശ്വസിക്കാൻ ജെസ് മടിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ജെസ് തന്റെ പിതാവിന്റെ ഗവേഷണത്തിലൂടെ തിരഞ്ഞു. പക്ഷെ പിടിക്കപ്പെട്ടു. അവനെ ചോദ്യം ചെയ്തപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് താനൊരു മത്സ്യകന്യകളെ കണ്ടതായും ആരും അവനെ വിശ്വസിക്കാത്തതിനാൽ അവനൊരു ഭ്രാന്തനാണെന്ന് പരിഹസിച്ചതായും അച്ഛൻ സമ്മതിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം എന്തായാലും ഒന്ന് പിടിക്കുമെന്ന് സത്യം ചെയ്തത്. അടുത്ത ദിവസം ജെസ് കോടിയെ മൈക്രോസ്കോപ്പിന് കീഴിൽ കാണിച്ചു. അവന്റെ ചെതുമ്പലുകൾ ഒരു മത്സ്യത്തിൻ്റെതിനെ ഏകദേശം സമാനമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കോടി തീർച്ചയായും ഒരു മേർമാനായിരുന്നു. സത്യം അംഗീകരിക്കാൻ കഴിയാത്ത കോടി തന്റെ വളർത്തു മാതാപിതാക്കളെ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് നിർബന്ധിച്ചു. അവനെ നഷ്ടപ്പെടുമെന്ന് ഭയന്നു. അവരത് മറച്ചുവെക്കാൻ ശ്രമിച്ചു. പക്ഷെ കോടി ഒരു ടാപ്പിനടിയിൽ തന്റെ കൈ നനച്ചു. തൽക്ഷണം ചെതുമ്പൽ കയ്യെ മൂടി. തെളിവുകൾ ലഭിച്ചപ്പോൾ ഒരു യാത്രക്കിടയിൽ ബോട്ടിൽ വെച്ച് പെട്ടെന്ന് അവനെ കണ്ടെത്തിയതായി മാതാപിതാക്കൾ സമ്മതിച്ചു. ദൃഢനിശ്ചയത്തോടെ കോടി ആദ്യം കണ്ടെത്തിയ കടലിലേക്ക് മടങ്ങി. പക്ഷെ പിന്നീട് അവൻ പിടിക്കപ്പെട്ടു. അവൻ ഉണർന്നപ്പോൾ ഒരു ബോട്ടിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ മത്സ്യത്തൊഴിലാളി കോടി ചൂണ്ടയായി ഉപയോഗിച്ചതിന് പിന്നാലെ വരുന്ന മത്സ്യകന്യകയെ കണ്ടു. ആ നിമിഷം ജെസ്സും ടാർപ്പ് കവറിംഗ് കോടി വലിച്ചെടുക്കാൻ വന്നു. അവന്റെ കാലുകൾ പൂർണ്ണമായും ചിറകുകളായി മാറിയെന്ന് കണ്ടെത്തി. വെള്ളമില്ലാതെ അവൻ നിർജ്ജലീകരണം മൂലം മരിക്കും. പക്ഷേ മത്സ്യകന്യകയെ പിടിക്കാൻ വലിയൊരു വല സജീവമാക്കിയെന്ന് കണ്ടെത്തിയപ്പോൾ അതൊരു കെണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മത്സ്യകന്യകയമ്മ മത്സ്യകന്യകയെ പിടിക്കാൻ തയ്യാറായി. പക്ഷേ മകനെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. മത്സ്യകന്യകയമ്മ മുകളിലേക്ക് വന്ന ഉടനെ അവർക്ക് നേരെ നീന്തി. വല അവളുടെ മേൽ വീണു. അവൾ കഠിനമായി പോരാടി. പക്ഷേ അത് ഉപയോഗം ശൂന്യമായിരുന്നു. ഇത് കണ്ട് ജെസ് ഒരു കത്തിയെടുത്ത് കടലിലേക്ക് പ്രാവ് കയറി തന്റെ പിതാവിന്റെ എതിർപ്പ് അവഗണിച്ച് വലവെട്ടി. മത്സ്യകന്യക കൃത്യസമയത്ത് രക്ഷപ്പെട്ടു. മുകളിലേക്ക് വലിച്ചെടുത്തപ്പോൾ വല ശൂന്യമാക്കി. മത്സ്യത്തൊഴിലാളി വെള്ളത്തിൽ മകനെ കണ്ട് ചാടിയെങ്കിലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭാഗ്യവശാൽ കോടി കൃത്യസമയത്ത് പ്രത്യക്ഷപ്പെട്ട് ജെസ്സിനെ രക്ഷിച്ച് സുരക്ഷിത സ്ഥലത്തേക്ക് വലിച്ചഴിച്ചു. പക്ഷേ ജെസ് ശ്വസിച്ചില്ല. എല്ലാവരുടെയും തീവ്രമായ ശ്രമങ്ങൾക്കിടയിലും അവന്റെ നാഡീമെടുപ്പ് തിരിച്ചെത്തിയില്ല. അവസാന ശ്രമത്തിൽ കോടി അവരോട് പിന്നാക്കം നിൽക്കാൻ പറഞ്ഞുകൊണ്ട് വൈദ്യുതിവൽക്കരിച്ച കൈകൾ ജെസ്സിൽ ഒരു ഡീഫിബ്രിലേറ്റർ പോലെ വെച്ചു. അവസാനം ജെസ് വീണ്ടും ശ്വസിക്കാൻ തുടങ്ങി. തന്റെ മകനാണ് ജെസ് എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ മത്സ്യത്തൊഴിലാളി അവസാനം മത്സ്യകന്യകളോടുള്ള തന്റെ ആജീവനാന്ത അഭിമാനം ഉപേക്ഷിച്ചു. വെള്ളത്തിൽ നിന്ന് മത്സ്യകന്യക കരയിൽ ആ കാഴ്ച കണ്ടു. കോടിക്കും മനസ്സിലായി അവൻ അവിടെ ഉൾപ്പെടുന്നില്ല എന്ന്. തന്റെ വളർത്തു മാതാപിതാക്കൾക്ക് ഒരു ഹൃദയം പറഞ്ഞ വിടവാങ്ങൽ നൽകി കോടി കടലിലേക്ക് മടങ്ങി. അവസാനം ഒരു യഥാർത്ഥ മത്സ്യകന്യകയായി.